ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു നെല്ലിക്ക ചമ്മന്തി തയ്യാറാക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുന്ന സമയത്ത് 1½ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി 3 നെല്ലിക്ക ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. 4-5 ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആകുന്ന വരെ വഴറ്റി കൊടുക്കണം. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് 4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. വളരെ കുറച്ച് സമയം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഇതെല്ലാം ഒന്ന് റോസ്റ്റ് ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഇനി തേങ്ങ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. തേങ്ങ ചേർത്തിട്ട് ഒരുപാട് സമയം റോസ്റ്റ് ചെയ്യേണ്ട. അതിൽ വെള്ളം വലിഞ്ഞൊന്ന് മൂക്കാൻ തുടങ്ങുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് പുളി ചേർക്കുന്നില്ല കേട്ടോ. പുളി കൂടുതൽ വേണ്ടവർക്ക് ഒരു ഇച്ചിരി പാളം പുളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി പാകത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഒരുപാട് ഫൈനായിട്ടല്ല, ഞാനിവിടെ ചെറിയ തരിതരിപ്പോടെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഫൈനായിട്ട് വേണ്ടവർക്ക് ആ രീതിയിൽ അരച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള നെല്ലിക്ക ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതേ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണേ. നല്ല റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.